നമസ്കാരം. ടെക് ഇൻഫോടോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ബെയറിങ്ങിനെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. എന്തിനാണ് ബെയറിങ് ഉപയോഗിക്കുന്നത്? നമ്മൾ കേട്ടിട്ടുണ്ടാവും, വലിയ വലിയ ഇൻഡസ്ട്രികളിൽ ഉപയോഗിക്കുന്ന മെഷീനറികളിലും എന്തിനാ നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന നമ്മുടെ വീട്ടിലെ ഫാന്, മിക്സി, വാഷിംഗ് മെഷീൻ ഇവയിലെല്ലാം ബെയറിങ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഡെയിലി ട്രാവൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന കാറായാലും ബൈക്കിൻ്റെ ആയാലും ബസ്സിനൊക്കെ ആണെങ്കിലും ബെയറിങ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് ബെയറിങ് ഉപയോഗിക്കുന്നത്? എന്താണ് ബെയറിങ്? എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഇതിൻ്റെ ഒരു ജനറൽ ഐഡിയ ആണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. എത്ര ടൈപ്പ് ബെയറിംഗ് ഉണ്ട്, ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണ്, ഇതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോ ടൈപ്പ് ബെയറിങ്ങിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് വരുന്ന വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് നിങ്ങളോട് പറയുന്നതായിരിക്കും. രണ്ട് മൂവിംഗ് പാർട്സുകൾക്കിടയിലുള്ള ഘർഷണം അല്ലെങ്കിൽ ഫ്രിക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണയായി നമ്മൾ ബെയറിംഗ് ഉപയോഗിക്കുന്നത്. ലീനിയർ ആയിട്ടുള്ള മൂവ്മെൻറ്റും അതേപോലെ തന്നെ റൊട്ടേഷണൽ ആയിട്ടുള്ള മൂവ്മെൻറ്റും അലോ ചെയ്യുന്ന രീതിയിലാണ് ബെയറിംഗ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫ്രിക്ഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബെയറിംഗ് ഉപയോഗിക്കുന്നത്. ബെയറിങ്ങിന് വ്യക്തമായ ഒരു ഡെഫിനിഷൻ ഉണ്ട്. A bearing is a machine element that constrains relative motion to only the desired motion and reduces friction between moving parts. ആപ്ലിക്കേഷൻ അനുസരിച്ച് ബെയറിങ്ങിനെ ആറായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്ലെയിൻ ബെയറിംഗ്, റോളിംഗ് എലമെൻറ്റ് ബെയറിംഗ്, ജുവൽ ബെയറിംഗ്, മാഗ്നറ്റിക് ബെയറിംഗ്, ഫ്ലൂയിഡ് ബെയറിംഗ് ആൻഡ് ഫ്ലെക്ചർ ബെയറിംഗ്. പ്ലെയിൻ ബെയറിംഗ് consists of a shaft rotating in a hole. ബുഷ് ബെയറിംഗ്, ജേണൽ ബെയറിംഗ്, സ്ലീവ് ബെയറിംഗ്, കോമ്പോസിറ്റ് ബെയറിംഗ് എന്നിവയെല്ലാം പ്ലെയിൻ ബെയറിംഗിൽ പെടുന്നു. ഇതിന് ഹൈ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ഉണ്ട്, ആസ് വെൽ ആസ് ലീസ്റ്റ് എക്സ്പെൻസീവ് ആണ്. ബാബിറ്റ് മെറ്റീരിയൽ, കാസ്റ്റ് അയൺ, ഗ്രാഫൈറ്റ് തുടങ്ങിയതാണ് മെറ്റീരിയൽ കൺസ്ട്രക്ഷൻ. ഇത് ആപ്ലിക്കേഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഈ ടൈപ്പ് ബെയറിങ്ങിൽ ടേണിങ്ങും സ്റ്റേഷനറി ആയിട്ടുള്ള റേസസിൻ്റെ ഇടയ്ക്ക് ഒരു റോളിംഗ് എലമെൻ്റ് ഉണ്ടായിരിക്കും. അതുവഴി നമുക്ക് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ഒഴിവാക്കാൻ പറ്റും. റോളിംഗ് എലമെൻറ്റ് ബെയറിംഗ് മെയിനായിട്ടും രണ്ട് ടൈപ്പ് ഉണ്ട്, ബോൾ ബെയറിംഗ്, റോളർ ബെയറിംഗ്. ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. റോളിംഗ് എലമെൻറ്റ് ബെയറിങ്ങിന് ഹൈ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ഉണ്ട്. ഇത് ലോ കോസ്റ്റ് ആണ്, സൈസ് കുറവാണ്, വെയിറ്റും കുറവാണ്. ഇത് ഹൈലി ഡ്യൂറബിൾ ആണ്. ഇതിൻ്റെ മെറ്റീരിയൽ ഓഫ് കൺസ്ട്രക്ഷൻ ക്രോം സ്റ്റീലാണ്. ജുവൽ ബെയറിങ്സ് ആർ പ്ലെയിൻ ബെയറിങ്സ് വിത്ത് എ മെറ്റൽ സ്പിൻഡിൽ ദാറ്റ് ടേൺസ് ഇൻ എ ജുവൽ ലൈൻഡ് പിവറ്റ് ഹോൾ. പ്രിസിഷൻ ഇൻസ്ട്രുമെൻറ്റ്സിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. മെക്കാനിക്കൽ വാച്ചസ്, ക്ലോക്ക്, ഗാൽവനോമീറ്റർ, ഡയൽ ഇൻഡിക്കേറ്റേഴ്സ്, കോമ്പസ് തുടങ്ങിയവയിലെല്ലാം ഈ ബെയറിംഗ് ആണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ മെറ്റീരിയൽ ഓഫ് കൺസ്ട്രക്ഷൻ സിന്തറ്റിക് സഫയർ അല്ലെങ്കിൽ റൂബിയാണ്. മാഗ്നറ്റിക് ലെവിറ്റേഷൻ അല്ലെങ്കിൽ മാഗ്നറ്റിക് സസ്പെൻഷൻ അടിസ്ഥാനമാക്കിയാണ് മാഗ്നറ്റിക് ബെയറിംഗ് വർക്ക് ചെയ്യുന്നത്. ഇതിനൊരു കണ്ടിന്യൂസ് പവർ സപ്ലൈയുടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ബാക്കപ്പ് ബെയറിംഗ് എപ്പോഴും കരുതിയിരിക്കണം. കാരണം ഇൻ കേസ് ഓഫ് പവർ ഫെയിലിയർ ഉണ്ടായി കഴിഞ്ഞാൽ ബാക്കപ്പ് ബെയറിങ്ങിലായിരിക്കും എക്യുപ്മെൻറ്റ് റൺ ചെയ്യുന്നത്. മഗ്ലവ് ട്രെയിൻസ്, വാട്ടർ മീറ്റർ, ഇലക്ട്രിക്കൽ പവർ ജനറേഷൻ, പെട്രോളിയം റിഫൈൻമെൻറ്റ് തുടങ്ങിയ മേഖലയിലാണ് മാഗ്നറ്റിക് ബെയറിംഗ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഫ്ലൂയിഡ് ബെയറിങ്ങിൽ ഹൈലി പ്രഷറൈസ്ഡ് ലിക്വിഡ് ഓർ ഗ്യാസ് ബെയറിംഗ് സർഫേസിൻ്റെ ഇടയ്ക്കുണ്ടാകും. ഇതാണ് ബെയറിങ്ങിൽ വരുന്ന ലോഡ് സപ്പോർട്ട് ചെയ്യുന്നത്. ഫ്ലൂയിഡ് ബെയറിംഗ് മെയിനായിട്ടും രണ്ട് ടൈപ്പ് ഉണ്ട്, ഹൈഡ്രോസ്റ്റാറ്റിക് ബെയറിംഗും ഹൈഡ്രോഡൈനാമിക് ബെയറിംഗും. ചിത്രത്തിൽ കാണുന്നതാണ് ഒരു ഹൈഡ്രോഡൈനാമിക് ബെയറിംഗ്. ഓയിൽ പ്രഷർ സ്പീഡ് അനുസരിച്ച് ഇൻക്രീസ് ചെയ്യും. പ്രഷറൈസ്ഡ് ഓയിൽ ഒരു വെഡ്ജ് പോലെ ആക്ട് ചെയ്യും. ഇതാണ് ബെയറിങ്ങിൽ വരുന്ന ലോഡ് സപ്പോർട്ട് ചെയ്യുന്നത്. ഹൈഡ്രോസ്റ്റാറ്റിക് ബെയറിങ്ങിൽ ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു എക്സ്റ്റേണൽ പമ്പ് ഉപയോഗിച്ചിട്ടാണ് ഓയിൽ പ്രഷറൈസ് ചെയ്യുന്നത്. ഈ പ്രഷറൈസ്ഡ് ഓയിൽ ഒരു വെഡ്ജ് പോലെ ആക്ട് ചെയ്യുന്നു. അതാണ് ലോഡ് സപ്പോർട്ട് ചെയ്യുന്നത്. ഫ്ലൂയിഡ് ബെയറിങ്ങിൽ എയർ, വാട്ടർ അല്ലെങ്കിൽ ഓയിലാണ് ലോഡ് സപ്പോർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഹൈ ലോഡ്, ഹൈ സ്പീഡ്, പ്രിസിഷൻ ആപ്ലിക്കേഷനാണ് ഈ ബെയറിംഗ് ധാരാളമായി ഉപയോഗിക്കുന്നത്. In flexure bearing, the motion is supported by a load element which bends. ഫ്ലെക്ചർ ബെയറിങ്ങിൽ മോഷൻ്റെ റേഞ്ച് വളരെ ലിമിറ്റഡ് ആയിരിക്കും. ചെറിയൊരു അളവിൽ മാത്രമേ ഇതിൽ മോഷൻ ഉണ്ടാകുകയുള്ളൂ. ഡോറിൻ്റെ ഹിഞ്ചസ് ഇതിനൊരു ഉദാഹരണമാണ്. ഇത് ഉപയോഗിക്കുന്നത് വളരെ സെൻസിറ്റീവായിട്ടുള്ള പ്രിസിഷൻ എക്യുപ്മെൻറ്റ്സിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ മോഷൻ വളരെ ലിമിറ്റഡ് ആണ്.